ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഏതാ പിന്നെ ഡ്രസ്സ് സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ടോപ്പുകൾ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടോപ്പ് വാങ്ങിക്കുകയാണ്. കുറച്ചൊക്കെ കോട്ടൺ ആയതുകൊണ്ട് വലിയ ചൂട് കൊടുക്കുന്നില്ല. ചുണ്ടിങ്ങനെ പിടിച്ചിന് ശരിക്കും പിടിച്ചോ. ബ്രെഡ് പൊട്ടാറ്റോ സ്നാക്കൊക്കെ പിന്നെ അസുട്ടനാണ് രാവിലെ സെർച്ചിങ് തുടങ്ങും. ഇന്ന് എന്ത് സ്നാക്ക് ഉണ്ടാക്കണം കാണുമ്പോൾ ഇത് മതി മമ്മ എന്നുള്ളത് കാണിച്ചു തരും. ഞാൻ ഈസി ഉള്ളത് അവനെ പഠിച്ചോരെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് പൊട്ടാറ്റോ റോളാണ് കേട്ടോ. നമുക്ക് എന്തായാലും കുക്കിങ്ങിന് പോവാം. ബാക്കിൽ ഡാൻസ്. ഇത് നോമ്പിന്റെ വീഡിയോ കേട്ടോ. നിൽക്കുകയാണെങ്കിൽ എനിക്ക് പണി തരാം കേട്ടോ. ബ്രെഡ് പൊടിക്കലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പിച്ചി ഇതിക്ക് ഇട്ടിട്ട് പൊടിക്കാം. പിടിക്ക് ആവശ്യം പൊടിക്കാൻ തന്നെ നോക്കിയ എന്താ പോസിറ്റ് ഇരിക്കല്ലേ പൊട്ടാ. ഇതാ നോക്കട്ടെ. ബ്രെഡിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം പക്കല്ലേ എന്നൊക്കെ നോക്കട്ടെ. ഏത് സാധനം വാങ്ങിക്കുമ്പോഴും അതൊക്കെ നോക്കണല്ലോ. പറയാൻ പറ്റില്ല. പല ബ്രാൻഡിന്റെ പല സാധനങ്ങളും ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ റമദാൻ മാസമൊക്കെ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ഹലാലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. ഈ ആനിമൽ ഫാറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് 100% ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ബ്രാൻഡ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഹലാൽ ഫുഡ്സ് ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതാ 100% ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള റാനിയ ബ്രാൻഡിന്റെ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇത് നമുക്ക് എവറിഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. കാരണം ഇതിൽ 24K ഗോൾഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് റോസ് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള റാനിയുടെ ടോണർ ആണ് കേട്ടോ. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ ഈ ഒരു മന്ത് മുഴുവൻ നമുക്കൊരു ഫെസ്റ്റീവ് ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്രാവശ്യം നോമ്പ് ഈ ഒരു സമ്മർ സീസണിലായതുകൊണ്ട് നമ്മുടെ ശരീരവും സ്കിന്നും ഒക്കെ ഒത്തിരി ഡീഹൈഡ്രേറ്റ് ആയി പോകും. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ധാരാളം വെള്ളം കുടിച്ച് അതൊക്കെ ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി 2 അടിപൊളി പ്രോഡക്ട്സ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൽ പോയിട്ട് കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ ബാ. ജ്യൂസ് ഉണ്ടാക്കളിമാ. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോഴേ ബ്രെഡ് പൊട്ടാറ്റോ റോളാണ് കേട്ടോ. അപ്പം അതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം. അതിൻ്റെ കൂടെ പൊട്ടാറ്റോ വേണം. മസാല ഫില്ലിങ്സ് പൊട്ടാറ്റോ ആണ്. ഓണം പിടിച്ചിട്ട് കൂടി കറങ്ങി നടക്കണമെന്നില്ല. ദോശക്ക് നല്ല ഷുഗർ ഇട്ട് കഴിച്ചോ. ഷുഗർ എന്താന്നില്ലേ. നോമ്പുമില്ല എന്നിട്ട് ഓരോ മെനുകൾ പറഞ്ഞ് നടക്കുക. ഷുഗറും ദോശയും മതി. പ്രത്യേകിച്ച് ആക്കാനൊന്നുമില്ല. അങ്ങനെ മതി. ഇത് കഞ്ഞി പൊടിയാണ്. ഇത്ര പൊടിയുള്ളൂ. ഇതിങ്ങനെ ഒന്ന് ഉടച്ചു തരണം. നല്ല വെന്ത പൊട്ടാറ്റോ അതിക്ക് പിന്നെ കഴിക്കുമ്പോ അതിന്റെ ഉള്ളിൽ എന്താ ഇട്ടിക്കണെന്നുള്ളത്. എന്റെ പൊട്ടാറ്റോന്ന് കുറച്ച് പൊട്ടാറ്റോ ഡാഡി അടിച്ച് മാറ്റി മതിയല്ലേ. എനിക്കല്ലേ കുറെ ഐറ്റംസ് വേണം പറഞ്ഞത്. അപ്പൊ ഇന്ന് സ്നാക്സിന് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം കുറച്ച് ഉണ്ടാക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോന്ന് 2 വീതം കഴിക്കാനുള്ള. കാരണം ഈ സമയത്തുള്ള ആ ഒരു വിശപ്പും കാര്യങ്ങളൊന്നും നോമ്പ് തുറന്നുണ്ടാവില്ല. എനിക്കൊക്കെ സത്യം പറഞ്ഞ ആ ഒരു ജ്യൂസ് തരിക്കഞ്ഞി കുടിച്ചാൽ തന്നെ ഫ്ലാറ്റായി. അപ്പൊ വാപ്പാന്റെ വക ഒരു ബോണ്ട, പൊക്കവട, മുളക് ബജി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി ഇത് അവിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ റെസിപ്പി ബ്രെഡ് പൊട്ടാറ്റോ ആണ് കേട്ടോ. ബ്രെഡ് പൊട്ടാറ്റോ ഒരു കബാബ് പോലെയാണ്. പക്ഷെ അതിലൊരു പണി കിട്ടിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചീസ് ചേർത്തതുകൊണ്ടേ അതാകെ ചീറ്റിപ്പോയി. കാരണം നമ്മൾ ചീസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കലല്ലോ ചെയ്തത്. മൊത്തം പൊട്ടാറ്റോയിലിട്ട് കുഴക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ചൂടാവും തോറും അതിങ്ങനെ ഒലിച്ച് വരില്ലേ. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. നീളത്തിലാക്കണമെങ്കിൽ ആക്കണം. കബാബൊക്കെ പോലെ. കൈ കഴുകിയിട്ട് വന്നോ. പിന്നെ എന്തായാലും ബ്രെഡ് പൊട്ടാറ്റോ പിന്നെ മസാല കുറച്ച് ചീസ് ഇതിൻ്റെ ഒക്കെ കോംബോ ആയതുകൊണ്ട് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള നോമ്പ് തുറയുടെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇഫ്താർ പാർട്ടികൾക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഇഫ്താർ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യാതെ ഒന്ന് സിമ്പിളായിട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹലാലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തത് ആൽക്കഹോളും ആനിമൽ ഫാറ്റ്സ് ഒന്നും ഇല്ലാത്ത നല്ല ഹലാൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ ഈ ഒരൊറ്റ CC ക്രീം മതി കേട്ടോ. നമ്മുടെ റാനിയ ബ്രാൻഡിൻ്റെ CC ക്രീമാണിത്. പിന്നെ ഇതൊരു 2-in-1 പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ. അതായത് ഒരേ സമയം ഫൗണ്ടേഷൻ ആയിട്ടും അതുപോലെ ക്രീം SPF ആയതുകൊണ്ട് സൺസ്ക്രീൻ ആയിട്ടും ആക്ട് ചെയ്യും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ഒരു പെർഫെക്റ്റ് ഗ്ലോ തരുന്നത് എന്നുള്ളത്. പിന്നെ റാനിയുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും നല്ല പ്രീമിയം പാക്കേജ് ആണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി ഭയങ്കര ലേറ്റ് ആണ് കേട്ടോ. ഇത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും അത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. സ്കിന്നിലൊരു മേക്കപ്പ് ചെയ്ത എഫക്റ്റ് ഉണ്ടാവുകയില്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ മാത്രമല്ല ഇത് 8 hours ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ്
പെർഫെക്റ്റ് കവറേജ് കൂടി തരുന്നുണ്ട് കേട്ടോ. സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ കൂടിയാണിത്. അപ്പോൾ റാനിയുടെ ഒരു CC ക്രീം മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് റാനിയ ബ്രാൻഡിന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് റാനിയുടെ നൈറ്റ് ക്രീമാണ്. നമ്മൾ രാത്രിയിലെ നിസ്കാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ വരെ നമ്മൾ സ്കിന്നിൽ അത് ഭയങ്കരമായിട്ട് റിപ്പയർ ചെയ്യാനും ഒരു റിഫ്രഷ്മെൻറ്റ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് റിപ്പയർ നിയാസിനമൈഡ് പ്ലസ് മോയ്സ്ചറൈസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിന് ഡീഹൈഡ്രേറ്റ് ആവാനും ഡാമേജ് ആവാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റാനിയുടെ നൈറ്റ് ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു റിന്യൂ ചെയ്യാനും അതിൻ്റെ ഡാമേജൊക്കെ മാറ്റി ഒന്നൊരു ഹെൽത്തി ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്. അപ്പോൾ റാനിയ ബ്രാൻഡിന് ഇത് കൂടാതെ വേറെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഇത് 3 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 60% വരെയൊക്കെയാണ് കേട്ടോ ഓഫ് ഉള്ളത്. കൂടാതെ റാനിയ RS 150 എന്നുള്ള നമ്മുടെ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് പുറമെ നിങ്ങൾക്ക് 150 റുപ്പീസ് കൂടി ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഇനിയും കുറച്ചുകൂടി പണിയുണ്ട്. കിച്ചണിലേക്ക് പോവാം ബാ. അപ്പോൾ ഇത് അസൂഡിനെല്ലാം ഇവിടെ റോൾ ചെയ്ത് ബ്രെഡിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ചീസ് അതിൽ ചേർത്തില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം അടിപൊളി കബാബ് കിട്ടിയിരുന്നു കേട്ടോ. ചീസ് ചേർത്തോണ്ട് ഞാൻ പറഞ്ഞില്ല, അതെല്ലാം എത്ര ആയാലും എണ്ണയിലിട്ട് ഇങ്ങനെ ചൂടാവും തോറും ആ ചീസ് ഇങ്ങനെ ഒലിച്ച്. അപ്പോൾ ഇതെല്ലാം പരിപാടിയും കഴിഞ്ഞു കേട്ടോ. മറ്റേ വാപ്പൻ്റെ ഒക്കെ സ്നാക്കും തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി മെച്ചി. ദോശ പിന്നെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ജ്യൂസൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളുടെ ഈ ഐറ്റം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഒരു മണിക്കൂർ കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതായിരുന്നു ആ ദുരന്ത ഭാഗം. ഞാൻ ആദ്യം ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല കുഴിയുള്ള കുറച്ച് ഇങ്ങനത്തെ പാത്രമൊക്കെ എടുത്ത് അതിനകത്ത് ഫുള്ളൊക്കെ മുക്കിയൊക്കെ പൊരിക്കായിരുന്നു. എവിടെ അത് മൊത്തം ഇങ്ങനെ സ്പ്രെഡായി പോവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓഫ് ചെയ്ത് നോക്കി എന്നാൽ ഷാലോ ഫ്രൈയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഇതിങ്ങനെ വീർത്തിക്കല്ലായിരുന്നു. പിന്നെ അതിങ്ങനെ ചുങ്ങിപ്പോയി, കാരണം ആ ചീസൊക്കെ അങ്ങോട്ട് മെൽറ്റായിട്ടേ. ഒരുവിധം എന്തായാലും ഞാനും വാപ്പയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് സാധനം എന്തായാലും പുറത്തെടുത്തു. പിന്നെ എന്തായാലും വാപ്പ അഡ്വാൻസ് ആയിട്ട് മുളക് ബജി, ബോണ്ട, അതുപോലെ പൊക്കവട ഇതൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് സാധനമൊക്കെ നല്ല സെറ്റായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൽ പൊട്ടാറ്റോയിൽ നമ്മൾ ഇച്ചിരി ഇച്ചിരി ജിഞ്ചർ ഗാർലിക്, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഈ പിസ്സ സീസണിങ്ങിൻ്റെ പൗഡർ ഉണ്ടായിരുന്നില്ല അതൊക്കെ ചേർത്തിട്ടുള്ളൊരു പൊട്ടാറ്റോൻ്റെ മസാലയായിരുന്നു. അപ്പം അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി. പിന്നെ എന്തായാലും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ഒന്നും ഈടായിട്ട് കഴിക്കുന്നേ ഇല്ല കേട്ടോ. ശരിക്കും ഫ്രൂട്ട്സാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്. അതിലും മെയിനായിട്ട് കുക്കുംബറാണ്. കുക്കുംബർ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കേണ്ടത് കുക്കുംബർ മസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് വാട്ടർ മെലോണും ഒക്കെ എനിക്കറിയില്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് ഫ്രൂട്ട്സ് അങ്ങോട്ട് കഴിക്കാനാണ് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. നോമ്പ് പറഞ്ഞാലും വെള്ളം കുടിക്കുന്നതും ഭയങ്കര കുറവാണ്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഈ ഒരു സമയത്തുള്ള ഈ കഴിക്കൽ തന്നെ ഭയങ്കര രസമാണ് അല്ലേ. ഈ സമയത്ത് ശരിക്കും ഞാൻ ഇക്കട വീട്ടിലതും അങ്കട വീട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയും ഈ നോമ്പ് തുറക്ക് ഭയങ്കര ബഹളവും ഭയങ്കര രസവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കുട്ടികളോട് എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കും കേട്ടോ. ഒരു അരമണിക്കൂർ കുറച്ച് നേരം. കുട്ടികൾക്ക് അതൊരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ദോശ ആയതുകൊണ്ട് കഴിക്കുമ്പോൾ തന്നെ ചൂടാം അങ്ങനെ ഓർത്തു കേട്ടോ. അപ്പോൾ ഇതിന് ഉമ്മച്ചി ഓഫായി കേട്ടോ. ഉമ്മച്ചി രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഉമ്മച്ചി പറയും രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കരുതെന്ന് പറയും. അതുവരെ ബാറ്ററി ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഉമ്മച്ചി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുട്ടികൾ ചൂടോടെ വന്ന് ദോശയും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു വാപ്പ ഉണ്ടാക്കിയപ്പോൾ ദോശയും ബീഫ് കറിയൊക്കെ കഴിച്ചു.
അപ്പോൾ ഞാനിതാ ഇവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. എന്നാൽ അത്താഴത്തിന് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ അസൂട്ടനും മിസൂട്ടനും തറാവി നിസ്കരിക്കുകയാണ് കേട്ടോ. അസൂട്ട് പിന്നെ അതിനൊക്കെ ഭയങ്കര മിടുക്കനാണ്. അവനവൻ്റെ പപ്പൻ്റെ കൂടെ 1-2 തവണയൊക്കെ ദുബായിലുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കൂടെ നിന്ന് നിസ്കരിച്ചിട്ടേ അവർ തറാവി നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇസുവിനെ നിർബന്ധിച്ച് കൂടെ നിർത്തും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ സോപ്പിട്ട് അവൻ കൂടി വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും റാണിയുടെ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മളെ കൂപ്പൺ കൂടി യൂസ് ചെയ്യാൻ മറക്കണ്ട, എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി വന്നിട്ടുള്ള നോമ്പുതുറയുടെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. ഞാൻ ആ ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഇൻഷാല്ലാ. അപ്പോൾ ആ രസമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. എന്തായാലും അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. സലാം.